യോശുവ അധ്യായം 17. യോസേഫിന്റെ ആദ്യജാതനായ മനശ്ശയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായിരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശയുടെ ശേഷം പുത്രന്മാരായ അബിയസേരിന്റെ മക്കൾ, ഹെലക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ഷെഖമിന്റെ മക്കൾ, ഹെഫേരിന്റെ മക്കൾ, ഷെമിദാവിന്റെ മക്കൾ എല്ലാവർക്കും കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബമായി യോസേഫിന്റെ മകനായ മനശ്ശയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശയുടെ മകനായ മാഖീറിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹെഫേരിന്റെ മകൻ ശലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവന്റെ പുത്രിമാർക്ക് മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്ന് പേരായിരുന്നു. അവർ പുരോഹിതനായ എലിയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തു ചെന്ന്, ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശയ്ക്ക് യോർദാൻ അക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശയുടെ അതിരോ ആശേർ മുതൽ ഷെഖമിന് കിഴക്കുള്ള മിക്മെദാത്ത് വരെ ചെന്നു വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പുഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പുഹ ദേശം മനശ്ശയ്ക്ക് ഉള്ളതായിരുന്നു. എങ്കിലും മനശ്ശയുടെ അതിരിലുള്ള തപ്പുഹ പട്ടണം എഫ്രൈമർക്ക് ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കിലേക്ക് തോട്ടിന്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശയുടെ അതിർ തോട്ടിന്റെ വടക്ക് വശത്തുകൂടെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമിനും വടക്കുഭാഗം മനശ്ശയ്ക്കുമുള്ളത്. സമുദ്രം അവന്റെ അതിറാകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസാഖാരിലും ആശേരിലും മനശ്ശയ്ക്ക് ബേത് ഷെയാനും അതിന്റെ അധീന നഗരങ്ങളും, ഇബ്ലയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, എൻ ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെഗിദ്ദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഉഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസേഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരീസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലമെടുത്തുകൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസേഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത് ഷെയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പുരഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളത് ആയിരിക്കണം. അത് കാടാകുന്നുവെങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പുരഥങ്ങളുള്ളവരും ബലവാന്മാരുമാകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. ആമേൻ.